ഛത്തീസ്ഗഡിലും സംഭവിക്കും. മലയാളി സന്യാസിനിമാർ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും 9 ദിവസത്തിനു ശേഷം ജാമ്യം നേടുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് ജോസഫ് ദാസന്റെ ഏറെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കുറിപ്പാണിത്. ജ്യോതിർ ശർമ്മ ക്രിസ്തുവിന്റെ സ്നേഹിതയാകുന്നതോ അതോ JB കോശി കമ്മീഷൻ നടപ്പിലാക്കണമെന്ന് ഛത്തീസ്ഗഡ് വരെ പോയി വന്ന എല്ലാ പാർട്ടിക്കാരും മാധ്യമങ്ങളും ഒരുമിച്ച് പറയുന്നതോ? ഏത് അത്ഭുതമാണ് ആദ്യം നടക്കുക എന്നാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. നാളുകളായി സന്യസ്തരെ ബഹുമാനിക്കുന്ന എന്നെപ്പോലെയുള്ള വിശ്വാസികൾ ദുഃഖിതരായിരുന്നു. എന്നാൽ ഈ അമ്മമാരിലൂടെ ആ ദുഃഖം ദൈവം ഒരൽപ്പം ശമിപ്പിച്ചിരിക്കുന്നു. എന്റെ കേരളത്തിൽ മാധ്യമങ്ങളുടെ കടന്നാക്രമണം കാരണം വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പോലും ഹൃദയഭേദകമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് സന്യസ്തരായ സഹോദരിമാർ പറഞ്ഞത് കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചുപോയ കാലങ്ങളുണ്ടായിരുന്നു. എന്നാൽ കഴിയുന്നത് പോലെ സന്യാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് എഴുതുവാനും വീഡിയോകൾ നിർമ്മിക്കുവാനും അന്ന് ഞാൻ പരിശ്രമിച്ചു. എനിക്ക് വലിയ മാധ്യമമോ പ്രസ്ഥാനങ്ങളോ ഉണ്ടായിരുന്നില്ല. കുറച്ച് പേരെങ്കിലും അറിയുമല്ലോ എന്നായിരുന്നു എന്റെ മനസ്സിൽ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സന്യാസ മഠങ്ങളെ അധിക്ഷേപിക്കുന്ന നാടകങ്ങൾക്ക് വേദി ഒരുക്കുന്ന ദിനങ്ങളായിരുന്നു അത്. മറ്റുള്ള പ്രസ്ഥാനങ്ങൾ അതിനെതിരെ ശബ്ദിക്കാതെ മൗനമായിരിക്കാൻ മത്സരിച്ചു. മാധ്യമങ്ങളാകട്ടെ തിരുവസ്ത്രം മാറ്റി ജീൻസ് ഇട്ട മുൻ കന്യാസ്ത്രീയെ അലങ്കരിച്ച പീഠത്തിലിരുത്തി എന്തിനാണ് തിരുവസ്ത്രം എന്ന് ഘോരഘോരം ചോദിച്ചുകൊണ്ടേയിരുന്നു. മഠം ചാടാൻ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ കൊണ്ട് കേരളം നിറഞ്ഞു. അതെ, കേരളത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമാവുകയായിരുന്നു. കന്യാസികൾ മാലാഖമാരാണ് എന്നും അവർ ചെയ്യുന്ന ദീന സേവനങ്ങൾ കാണണം എന്നും എന്നെ പോലെയുള്ളവർ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അതെല്ലാം ആക്രോശങ്ങളിൽ അലിഞ്ഞുപോയി. അപ്പോഴാണ് ഈ മാലാഖമാർ അറസ്റ്റിലായത്. എന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ ശബ്ദത്തെ മുക്കിക്കളഞ്ഞവർ തന്നെ നിന്ദിച്ച നാവുകൾ കൊണ്ട് വാഴ്ത്തുപാട്ടുകൾ പാടുന്നു. സന്യാസ വസ്ത്രത്തിന്റെ മഹത്വം, അത് ധരിക്കാനുള്ള അവകാശം, ഇതിനൊക്കെ വേണ്ടി മാധ്യമങ്ങൾ വാദിക്കുന്നു. സന്യാസം ചെയ്യുന്ന നന്മകൾ എണ്ണി എണ്ണി വാഴ്ത്തുന്നു. സന്യാസത്തിന്റെ മഹത്വം ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ അറിയാതെയെങ്കിലും ജീൻസ് ഇട്ട മുൻ കന്യാസ്ത്രീയുടെ വാക്കുകൾ അവർ കുപ്പയിൽ തള്ളുകയായിരുന്നു. വൃത്തികെട്ട നാടകം സംഘടിപ്പിച്ചവർക്ക് അവർ ചുട്ട മറുപടി കൊടുക്കുകയായിരുന്നു. അതെ, കേരളത്തിൽ ഈ അത്ഭുതം സംഭവിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. തക്കം നോക്കി സഭയെ ആക്രമിക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിച്ചു എങ്കിലും ചീറ്റിപ്പോയി. മറ്റൊരു ശത്രുവിനെ എതിർക്കാൻ ഇവർ ഇതൊരു അവസരമാക്കുകയായിരുന്നു എന്നും കേരളത്തിലെ ഒരു വിഷയത്തിൽ പോലും ഇവരാരും ഇനിയും സഭയോടൊപ്പം നിൽക്കുകയില്ല എന്നും അറിയാമെങ്കിലും നിന്നിച്ച നാവിൽ സ്തുതി ഉയർത്തുന്ന ദൈവത്തെ എനിക്ക് കാണുവാൻ സാധിച്ചു. ജയിലിൽ നിന്നും പുറത്തു വരുന്ന അമ്മമാരെ നോക്കി ഒരു മാധ്യമ പ്രവർത്തകൻ മാലാഖമാർ വരുന്നത് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ പഴയതെല്ലാം ഓർത്ത് ഞാൻ കണ്ണീർ വാർത്തു. ശശികല ടീച്ചറെ അവർ നേരിടുന്നത് ശ്വാസം വിടാതെ ഞാൻ കേട്ടിരുന്നു. അവരുടെ ഉള്ളിൽ ഉള്ളത് അറിയാമായിരുന്നു എന്നതിനാൽ അവരോടൊപ്പം ആക്രോശിക്കാൻ നിൽക്കാതെ ഞാൻ മൗനമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഛത്തീസ്ഗഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന ഒരു സുഹൃത്തിനോട് മാത്രം വാട്സപ്പിലൂടെ സംസാരിച്ചു. എനിക്കറിയാം, ഇത് തന്നെ ഛത്തീസ്ഗഡിലും അതുതന്നെ സംഭവിക്കും. സിസ്റ്റർ റാണി മരിയയെ വധിച്ചവനും ഒറീസയിലെ അനേകം ക്രൈസ്തവ പീഠകരും ക്രിസ്തുവിന്റെ സ്നേഹിതർ ആയതുപോലെ ദൈവത്തിന്റെ സ്നേഹം ജ്യോതി ശർമ്മയെ സ്പർശിക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ മകൻ ദേഷ്യത്തോടെ ചോദിച്ചു, വൈ ഡു യു പ്രേ ഫോർ ഹെർ? ഞാൻ അവനോട് പറഞ്ഞു, അവരെ പോലെ പ്രവർത്തിക്കാൻ നമുക്കാകില്ല മകനെ, കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ജ്യോതിക്ക് മറുകരണം കാണിച്ചു കൊടുക്കുന്ന ക്രൈസ്തവ സഹോദരന്റെ വീഡിയോ ഞങ്ങൾ അവന് കാണിച്ചു കൊടുത്തു. ആരാണ് ക്രൈസ്തവർ എന്ന് എൻ്റെ മകൻ പഠിക്കുകയായിരുന്നു. BJPയിൽ നിന്ന് സന്യസ്തർക്ക് വേണ്ടി വാദിക്കുന്നവർ ഇങ്ങ് മാത്രമല്ല അങ്ങ് ഡൽഹിയിലും ഉണ്ടായത് ഈ അമ്മമാരിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചു. വാഴ്ത്തുപാട്ട് വീഡിയോകൾ ഓരോന്നായി ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു. ട്രോളുകൾ ചെയ്യാനല്ല, നാളെ വാഴ്ത്തുപാട്ടുകാർ ഇതൊക്കെ മറന്നുപോയി എന്ന് നടിക്കാൻ ഇടവന്നാൽ അവരെ ഓർമ്മിപ്പിക്കുവാൻ. ഞാൻ കാത്തിരിക്കുകയാണ് ഏതത്ഭുതമാണ് ആദ്യം നടക്കുക എന്ന്. ജ്യോതി ശർമ്മ ക്രിസ്തുവിന്റെ സ്നേഹിതയാവുന്നതോ അതോ JB കോശി കമ്മീഷൻ നടപ്പിലാക്കണമെന്ന് ഛത്തീസ്ഗഡ് വരെ പോയി വന്ന എല്ലാ പാർട്ടിക്കാരും മാധ്യമങ്ങളും ഒരുമിച്ചു പറയുന്നതോ? സൈനികളുടെ കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എത്രയോ അവർണ്ണനീയം.